ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനം. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനാൽ ജന്മമെടുത്ത ഈശോയുടെ അമ്മയാകുവാനുള്ള സമ്മതം അറിയിക്കൽ മാത്രമായിരുന്നോ മാതാവിൻ്റെ ഈ വാക്ക് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു കുടുംബജീവിതത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള സന്നദ്ധത അറിയിച്ച ഉറച്ച പ്രഖ്യാപനവും അതിൽ ദൈവത്തിൻ്റെ കരം ദർശിച്ച ഒരു വിശ്വാസിയുടെ ആത്മസാക്ഷാത്കാരത്തിൻ്റെ സമ്പൂർണതയുമായിരുന്നു ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ ഭവിക്കട്ടെ എന്ന മാതാവിൻ്റെ പ്രത്യുത്തരം. നിങ്ങൾ ഓർത്ത് നോക്കിയ പ്രിയപ്പെട്ടവരെ, മാതാവിൻ്റെയും യോസഫിൻ്റെയും വിവാഹ ജീവിതത്തിന് മുമ്പ് മറ്റൊരു വിവാഹ ജീവിതം ഈ ലോകത്തിൽ നടന്നിട്ടില്ല. എന്നിട്ട് എന്തുകൊണ്ടാണ് അതിലൊരു വിവാഹബന്ധവും ഉത്തമമായ ദാമ്പത്യ ബന്ധത്തിന്റെ ശരിയായ മാതൃകയായി വാഴ്ത്തപ്പെടാതെ പോയത്? ഒത്തിരി വിവാഹങ്ങൾ യോസഫിന്റെയും മാതാവിന്റെയും വിവാഹ ജീവിതത്തിന് മുമ്പ് നടന്നിട്ടുണ്ട്. അതിലൊന്നുപോലും വാഴ്ത്തപ്പെട്ടതായിട്ട് മാറാത്തതിന് കാരണം എന്താണ്? പ്രിയപ്പെട്ടവരെ, ആ കുടുംബങ്ങളെല്ലാം ഏതാണ്ട് തകർച്ചയുടെ ഭാഗത്തായിരുന്നു. മൂല്യങ്ങൾ പലതും ആ കുടുംബങ്ങളിൽ നിന്നും മാറിപ്പോയിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ആ കുടുംബങ്ങളൊന്നും അങ്ങനെ വാഴ്ത്തപ്പെടാതെ പോയത്. 2000 വർഷങ്ങൾക്ക് രൂപമെടുത്ത ആ കുടുംബത്തെയാണ് നമുക്ക് മാതൃകയാക്കാനുള്ളത്. ഇപ്പോഴും നമ്മൾ ആ കുടുംബത്തെയാണ് മാതൃകയാക്കുന്നത്, പ്രഘോഷിക്കുന്നത്. ഒരു കുടുംബത്തെയാണ്. ഏതാണ് കുടുംബം? തിരുക്കുടുംബം. യോസേപ്പ് പിതാവ് നമുക്കറിയാം. മാതാവ് യോസേപ്പ് പിതാവിനെ കുറ്റപ്പെടുത്തുന്നില്ല, ഒരു പരിഭവം പറയുന്നില്ല. കർത്താവ് മാതാവിനോട് പറഞ്ഞത് കേട്ടു, മാതാവ് അതെല്ലാം അനുസരിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? മാതാവ് ഈശോയുടെ അമ്മയായിട്ട് മാറി. ആ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമുക്കും പറയാൻ സാധിക്കട്ടെ, നമുക്ക് മാതാവിനെ മാതൃകയാക്കാം. നമുക്കും പറയാൻ സാധിക്കണം, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പറയാൻ സാധിക്കട്ടെ. ഈശോ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.